ഈത്തപ്പഴം വെച്ചിട്ട് ഇങ്ങനെ ഒരു ഐറ്റങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ നല്ല ഹെൽത്തി എന്ന് പറയാൻ കാരണം ഇതിൽ കുറേ നട്ട്സും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സാധാരണ നമ്മൾ ഈത്തപ്പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അധികം ആരും അങ്ങനെ എപ്പോഴൊന്നും കഴിക്കില്ലല്ലോ. എപ്പോഴെങ്കിലും ഒന്നോ രണ്ടെണ്ണമൊക്കെ കഴിക്കുക എന്നുള്ളത് ആർക്കും അങ്ങനെ വലിയ താല്പര്യം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഈത്തപ്പഴമാണെങ്കിലും നട്ട്സ് ആണെങ്കിലും ഈ വാൾനട്ടൊക്കെ ഉണ്ടല്ലോ, വാൾനട്ട് എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ പിന്നെ അതെല്ലാം കൂടിയിട്ട് നല്ലൊരു ഐറ്റം ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ഉണ്ടാക്കി വെച്ചാൽ അത് ഇതിൻ്റെ കൂടെ ആ ടേസ്റ്റിൽ അങ്ങോട്ട് കഴിച്ച് പോയിക്കോളും. കുട്ടികൾക്കാണെങ്കിലും ഇതുണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈന്തപ്പഴം എടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കുക. ഇതാദ്യം ഞാൻ കഴുകി വെച്ചതാണ് കേട്ടോ ഈത്തപ്പഴം. ഇനിയിപ്പോൾ അത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയിലൊന്നിട്ട് നോക്കിയതാണ്. ആ ശ്രമം എന്തായാലും പാളിപ്പോയി, മിക്സിയിലിട്ടിട്ട് ശരിയായില്ല. അപ്പോൾ ഞാൻ കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് തന്നെ ചെറുതായി കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാനുള്ളതല്ലേ, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇതാ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി അവിടെ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നമ്മൾ വെളുത്ത എള്ളുണ്ടല്ലോ അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ കയ്യിലുള്ളതുകൊണ്ട് എല്ലാം ഞാൻ അതിൽ കൂട്ടിയെന്നുള്ളൂ. പിന്നെ നമ്മളെ വെള്ള കസ്കസ് ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുക. അതും ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ ചട്ടിയിൽ. ഇനിയിപ്പോൾ ദാ അതിൽ വേണ്ട നട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് വാൾനട്ടാണ്. വാൾനട്ട് പിന്നെ ആരും അങ്ങനെ വെറുതെ കഴിക്കുന്നത് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പം ഞാനത് ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ആരും അതുമൊക്കെ മൈൻഡേ ചെയ്യില്ല കേട്ടോ. പിന്നെ അതാ കുറച്ച് അണ്ടിപ്പരിപ്പുണ്ട്, ബദാമുണ്ട്, കുറച്ച് പിസ്തയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതൊക്കെ ചെറുതായി കട്ട് ചെയ്ത് വെക്കാം. കട്ട് ചെയ്യൽ ഇത്തിരി ഒരു ബുദ്ധിമുട്ടുള്ള പണിയാണെങ്കിലും കട്ട് ചെയ്തെടുക്കുക, അല്ലാതെ രക്ഷയില്ലല്ലോ. ബദാം പിന്നെ ഞാൻ മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തു കേട്ടോ, പക്ഷെ അത് ചെറുതായിട്ടൊന്ന് പൊടിയായിപ്പോയി, എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അത് എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി ആ പാൻ തന്നെ ചൂടാക്കിയിട്ട് അതിൽ നമ്മൾ ഇത് ഒന്ന് വറുത്തെടുക്കുക. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് തീയെ ചെറുതാക്കി വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. കാരണം തീ കൂട്ടി വെച്ചിട്ട് വറുത്തെടുത്താൽ നമ്മൾ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഇനി കുറച്ച് കറുത്ത മുന്തിരി ഉണ്ട്, പിന്നെ കുറച്ച് മഞ്ഞ കളറിലെ മുന്തിരിയില്ലേ അതും, ഉണക്കമുന്തിരി അതും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുത്തതാണ്. എന്തായാലും കഴിക്കാനാണല്ലോ. ഇതിൽ ബാക്കിയാവില്ല എന്ന് എനിക്കറിയായിരുന്നു ഇതിലിട്ട് കൊടുത്താൽ. അതുകൊണ്ട് എല്ലാം അതിലിട്ട് വറുത്ത് അവിടെ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ അതാ ഈ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു 2 സ്പൂണൊക്കെ ബട്ടർ ഇട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ അങ്ങനെ കണക്കൊന്നും പറയാനില്ല. ഈത്തപ്പഴം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ നട്ട്സും കാര്യങ്ങളൊക്കെ എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിൽ പഞ്ചസാര ഒന്നും ചേർക്കണ്ട, കാരണം ഈന്തപ്പഴം തന്നെ നല്ല മധുരമല്ലേ. ഇതിലിനി നന്നായിട്ടിങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ തന്നെ അതൊന്ന് മെൽറ്റായിട്ട് വരും കേട്ടോ. നന്നായിട്ട് ഉടഞ്ഞിട്ട് തന്നെ വരും. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുത്തു. അപ്പോൾ അടച്ച് വെച്ചപ്പോൾ പിന്നെ നമ്മൾ ഇളക്കി കൊടുത്തപ്പോൾ നന്നായിട്ട് ഇതെങ്ങനെ ഉടഞ്ഞ് വന്നു. ഈ ഒരു രീതിയിലാണത് കിട്ടേണ്ടത്. ഇപ്പോൾ ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചു. ആ സമയത്താണ് ഫ്ലിപ്കാർട്ടിൽ കൊറിയർ വന്നത്. അപ്പോൾ ഇത് ഓർഡർ ചെയ്ത് വെച്ചതേനു. അത് നമ്മൾ ഇലക്ട്രിക്കിൻ്റെ വാട്ടർ ബാഗ് ഉണ്ടല്ലോ അതാണ് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതും ഇതിലൊന്ന് തരാമെന്ന് വിചാരിച്ചിട്ടാണ്. വയറുവേദനക്കൊക്കെ പീരിയഡ്സിൻ്റെ ടൈമിൽ വയറുവേദന വരില്ലേ, ആ ടൈമിൽ വെക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇത് നല്ല റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് ഓർഡർ ചെയ്തത്. കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. നല്ല ചൂടൊക്കെ നിൽക്കുന്നുണ്ട്. ഇലക്ട്രിക്കിൻ്റെതാവുകൊണ്ട് ഇതിന്മേ ചാർജ് ചെയ്യാല്ല ഒരു കേബിളും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെന്തോ ക്യാഷ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടതാണ്, പക്ഷേ അതൊന്നും കുറേ നോക്കിയിട്ട് വർക്കായില്ല. അത് നോക്കി പക്ഷേ അത് ശരിയായില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് ഞാൻ വെറുതെ ഒന്ന് കാണിച്ചതാണ് ഇതിൽ കണ്ടപ്പോൾ. ഇത് നമ്മൾ ചൂടാക്കി നോക്കിയിട്ടോ. ചൂടാക്കി നോക്കിയപ്പോൾ പെട്ടെന്ന് ചൂടാവും. ചൂട് ഒരുപാട് നേരം നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് വോയിസ് ഓവർ കൊടുക്കണത്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇനി ബാക്കി പരിപാടി നോക്കാം. ഇനിയിപ്പോൾ ഇത് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ.
ഈ ഈത്തപ്പഴം ഉടച്ച് വെച്ചതില്ലേ, ഇത് തണുത്ത് അധികം തണുത്തിട്ടൊന്നുമില്ല, ഇത് ചൂടാറാൻ വേണ്ടി കുറച്ച് സമയം വേണം. പിന്നെ അതാ ആ എള്ളില്ലേ വറുത്ത് വെച്ചേ, വെളുത്ത എള്ള്, അതും കൂടെ ഞാൻ അതിലിട്ട് കൊടുത്തു. അത് കുറച്ച് മാറ്റി വെച്ചു. ലാസ്റ്റ് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടി. ഇനി ഇതാ എല്ലാം കൂടെ ഒരുമിച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും ഒരുമാതിരി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ നട്ട്സും മറ്റേ എള്ളും ഈത്തപ്പഴവും എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സായി വരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഇങ്ങനെ റെഡിയാക്കിയിട്ട് ചെറിയ ബോളുകളാക്കിയിട്ട് ചോക്ലേറ്റിൽ മുക്കിയെടുത്തിട്ട് അങ്ങനെയും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇത് ഇവിടെ റോളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇനിയിപ്പോൾ ഇത് കൈയും കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ റോളാക്കി കൊടുക്കാം. ഇത് കൈ ഇത്തിരി ചൂടുണ്ട് കേട്ടോ, അതാണ് ഞാനിങ്ങനെ വിട്ട് നിൽക്കുന്നത്. ഈ ശർക്കര, പഞ്ചസാര, ഇപ്പോൾ ഈത്തപ്പഴം ഇതൊക്കെ ചൂടായി കഴിഞ്ഞാലേ ചൂടാറി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയാക്കിയിട്ട് റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ റൗണ്ടിലല്ല, ഇതിനെന്താ പറയുക, റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ എള്ളുണ്ടല്ലോ, വെളുത്ത എള്ള് വറുത്ത് വെച്ചതും വെള്ള ആ കസ്കസില്ലേ, അതും കൂടെ ഞാൻ ഈ ബട്ടർ പേപ്പറിലൊന്ന് വെതറി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അതിൽ പ്രസ് ചെയ്ത് ഉരുട്ടി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ പിടിച്ച് കിട്ടണമല്ലോ. അതങ്ങനെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രസ് ചെയ്ത് അമർത്തി ഉരുട്ടി കൊടുത്തപ്പോൾ അതൈമ റെഡിയായി നിന്നു. ഇനിയിപ്പോൾ നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കാം. അരമണിക്കൂറേ വെച്ചിട്ടുള്ളൂ കേട്ടോ, കാരണം ഇത് അധികം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്നൊന്നും തോന്നിയിട്ടില്ല. ഒരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ് കേട്ടത്. കണ്ടോ, നല്ല അടിപൊളി ഈത്തപ്പഴം നട്ട്സും കൂടിയ റോളാണ് കേട്ടോ. കാണാൻ നല്ല രസമല്ലേ ഇങ്ങനെ കാണാൻ. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുക. ഏത് ഷേപ്പിൽ, ഇങ്ങനെ ഇത്തിരി കട്ടിയിലോ കനം കുറച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യണമെങ്കിൽ ഒരു ഇത്തിരി കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല എൻ്റെ കത്തി അത്രയ്ക്ക് പോരാ. ഈ കത്തി വെച്ചിട്ട് ഞാനൊന്ന് അമർത്തി പ്രസ് ചെയ്തിട്ടൊക്കെയാണ് ഇത് കട്ട് ചെയ്തെടുത്തത്. പക്ഷേ സംഗതി അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൽ കൂട്ടിയ ഈ ഇൻഗ്രീഡിയൻസൊക്കെ കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ, നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയൊരു ഐറ്റമാണ് കേട്ടോ. കാര്യം എന്തൊക്കെയാണെങ്കിലും ഈത്തപ്പഴം ആർക്കും വലിയ താല്പര്യമില്ലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചപ്പോൾ സംഗതി 2 ദിവസം കൊണ്ട് തീർന്നു കേട്ടോ. അപ്പോൾ കഴിച്ചവരൊക്കെ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കിയാവാത്തൊരു ഐറ്റം തന്നെയാണ്. ഞാൻ നല്ലൊരു ബോക്സിലൊക്കെ ആക്കിയിട്ട് നല്ലൊരു അടിപൊളി ലുക്കിൽ കാണാനായിട്ട് വെച്ചതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഈത്തപ്പഴം ചേർക്കണതുകൊണ്ട് ശർക്കര പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു ലുക്കില്ലേ. ഇത് മാതിരി തന്നെയാണ് കേട്ടോ ടേസ്റ്റിൻ്റെ കാര്യത്തിലും. പിന്നെ 1-2 ദിവസമൊക്കെ ആണെങ്കിൽ പുറത്ത് വെക്കാം. ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് കുട്ടികൾ ചോദിക്കുമ്പോൾ എടുത്തു കൊടുത്താലും മതിയല്ലോ. അപ്പോൾ ഈത്തപ്പഴം നട്ട്സും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂട്ടത്തിൽ ലൈക്കും കൂടെ മറക്കാതെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.